ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്ത് പറയുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നോ? രാവിലെ വിശുദ്ധ ബലിയിലൊക്കെ പങ്കുചേർന്നല്ലേ? മിടുക്കരാണ് കേട്ടോ, നല്ല കുഞ്ഞുങ്ങളാണേ. അപ്പോൾ ഇന്ന് ക്ലാസ് കൂടാൻ എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുകയാണല്ലേ? പാഠപുസ്തകമൊക്കെ എടുത്തു വെച്ചോ അല്ലേ? നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചാലോ? മക്കളൊക്കെ ചാടി എഴുന്നേറ്റേ, കൈകളൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് വേണം നിൽക്കാൻ കേട്ടോ. എല്ലാവരും കൈ കൂപ്പി കണ്ണടച്ച് നിന്നേ. സ്നേഹരാജനായ ഈശോയെ, അങ്ങേ കുഞ്ഞുമക്കൾ ഇതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. കണ്ണു തുറന്നു എല്ലാവരും. ഇനി സ്വസ്ഥമായിട്ടിരുന്നേ. മിടുക്കരായിട്ടിരിക്കുന്നല്ലേ? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഓക്കെ, നല്ല കുട്ടികളാണ്. 8ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ 7ാമത്തെ പാഠം പഠിച്ചു. ഈ ആഴ്ച 8ാമത്തെ പാഠം. മക്കൾ പുസ്തകം ഒന്ന് തുറന്നു നോക്കിക്കേ. എന്താ 8ാമത്തെ പാഠത്തിൻ്റെ പേര്? എന്താണ്? ഒന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചേ, ടീച്ചറിന് കേൾക്കത്തില്ല. ഉറക്കെ വായിച്ചേ. എന്താ? കൽപ്പനകളുടെ ലംഘനം പാപം അല്ലേ? കൽപ്പനകളുടെ ലംഘനം പാപം. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചതെന്ന് മക്കൾ ഓർക്കുന്നുണ്ടോ? എന്താ പഠിച്ചത്? മിടുക്കരാണ്, എല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ? നല്ല കുട്ടികളാണ്. നിങ്ങളൊക്കെ ക്ലാസ് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, നല്ല കുട്ടികളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 10 കൽപ്പനകളെ കുറിച്ചായിരുന്നു അല്ലേ? ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത 10 കൽപ്പനകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കണം, എങ്ങനെ പാലിക്കണം എന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതല്ലേ? ഇന്നത്തെ പാഠത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇസ്രായേൽ ജനത്തിന് ദൈവം 10 കൽപ്പനകൾ കൊടുത്തു എന്ന് നമ്മൾ കണ്ടു അല്ലേ? ഈ കൽപ്പനകൾ ദൈവം അറിയിക്കുന്ന സമയത്ത് മോശ 2ാമത് കയറിപ്പോയി. ആദ്യം വന്ന് ജനങ്ങളോടൊക്കെ സംസാരിച്ച് ജനങ്ങൾക്കൊക്കെ സന്തോഷമായി, ഞങ്ങളെല്ലാം ദൈവം പറയുന്ന പോലെ കേട്ടോളാം എന്നൊക്കെ ഇസ്രായേൽ ജനം സമ്മതിച്ചാണ്. എന്നിട്ട് ഈ വാർത്ത ദൈവത്തെ അറിയിക്കാനായിട്ട് മോശ എവിടെ പോയി? മോശ വീണ്ടും സീനായി മലയിലേക്ക് പോയി അല്ലേ? അപ്പോൾ സീനായി മലയിൽ പോയി 40 ദിവസങ്ങൾ, 40 രാവും 40 പകലും കഴിഞ്ഞിട്ടാണ് മോശ ദൈവത്തെ കാണുന്നത്. അപ്പോൾ ഈ 40 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ താഴെ സീനായി മലയുടെ താഴ്വാരത്തിലുള്ള ഇസ്രായേൽ ജനങ്ങൾക്ക് ഭയങ്കര ആശങ്കയായി. മോശയെ കാണുന്നില്ല. 40 ദിവസം കഴിഞ്ഞിട്ടും മോശയെ കാണുന്നില്ല. അപ്പോൾ അവരെന്താ പറഞ്ഞത്? മോശ ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളെ ഈ പെരുവഴിയിൽ കൊണ്ടിട്ടിട്ട് മോശ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ട് ഒരു ദൈവത്തെ വേണം എന്ന് ആരോടാ പറഞ്ഞെന്നറിയാവോ? അഹറോനോട് പറഞ്ഞല്ലേ? മോശയുടെ സഹായിയായിരുന്ന അഹറോനെ അവർ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയുമെന്ന് പറഞ്ഞു അല്ലേ? നമുക്കൊരു വീഡിയോ കണ്ടു നോക്കിയാലോ? മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. We're gathered against you, Moses. You take too much upon yourself. We will not live by your commandments. We're free. There is no freedom without the law. Whose law, Moses? Yours? Did you carve those tablets to become a prince over us? Who is on the Lord's side? Let him come to me. Jason and the people made me do. Joshua! He showed you no land flowing with milk and honey. I show you a God of gold. Come with me. Follow me. Blasphemers, idolaters,
For this you shall drink bitter waters. God has set before you this day his laws of life and good and death and evil. Those who will not live by the law shall die by the law. വീഡിയോ കണ്ടോ എല്ലാവരും? എന്താന്ന് മനസ്സിലായോ മക്കൾക്കത്? എന്താണ്? മോശ വരാൻ വൈകിയപ്പോഴേക്കും അഹറോനെ ഭീഷണിപ്പെടുത്തി അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്ത് കാളക്കുട്ടിയായിരുന്നു അത്? സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ അവര് ഉണ്ടാക്കി. അവരുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും ഒക്കെ ശേഖരിച്ച് അത് ഉരുക്കി അതുകൊണ്ട് വലിയൊരു സ്വർണത്തിന്റെ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അവർ ആ കാളക്കുട്ടീനെ എന്ത് ചെയ്തു? ആരാധിക്കാനായിട്ട്, ഞങ്ങളുടെ ദൈവം ഇതാണ് എന്ന് പറഞ്ഞ് ആരാധിക്കാനായിട്ട് തുടങ്ങി. മോശ ഇറങ്ങി വരുമ്പം കാണുന്ന കാഴ്ച എന്താണ്? ഈ കാളക്കുട്ടീനെ ഇസ്രായേൽ ജനം ആരാധിക്കുകയാണ്. പാട്ടൊക്കെ പാടി അതിന് ചുറ്റിനും നൃത്തമൊക്കെ ചെയ്ത് എന്ത് ചെയ്യുകയാണ്? ഈ കാളക്കുട്ടീനെ ഇസ്രായേൽ ജനം ആരാധിക്കുകയാണ്. അവരെന്ത് തെറ്റാ ചെയ്തത്? അവരേത് പാപത്തിന്റെ ലംഘനമാണ് മക്കളെ നടത്തിയത്? ഏത് പാപത്തിന്റെ ലംഘനമാ? ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് അവർ നടത്തിയത്. എന്തായിരുന്നു ഒന്നാമത്തെ കൽപ്പന? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് ദൈവം പറഞ്ഞതല്ലേ? അത് അവര് മറന്നു. ദൈവം അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും അവർ മറന്നു. ഈജിപ്തിന്റെ 400 വർഷം നീണ്ടു നിന്ന ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. ചെങ്കടൽ, വലിയ കടല് രണ്ടായി പിളർന്ന് ദൈവം അവരെ അതിലിടയ്ക്കൂടെ വഴി നടത്തി. ഫറവോയുടെ സൈന്യത്തിൽ നിന്ന് രക്ഷിച്ചു, അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് എങ്ങോട്ടാ പോകുന്നേ? തേനും പാലും ഒഴുകുന്ന കാനാൽ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കാനാൽ ദേശത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം എടുത്ത ആ പ്രയത്നത്തെ ഒക്കെ ഈ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഒരു നിമിഷം കൊണ്ട് മറന്നു കളഞ്ഞു. അപ്പം ദൈവത്തിന് എത്രമാത്രം സങ്കടമായി കാണും അല്ലേ? ദൈവം അത്രയധികം സ്നേഹിക്കുന്ന ജനത്തെ, എൻ്റെ പ്രിയപ്പെട്ട ജനമായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആ ജനത്തെ ജനം എന്ത് ചെയ്തു? ഒരു നിമിഷം കൊണ്ട് ദൈവത്തെ മറന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വളരെയധികം സങ്കടമായി അല്ലേ? ദൈവത്തിന് എത്രമാത്രം സങ്കടമാകും. ഇപ്പം നമ്മളും പാപം ചെയ്യുമ്പോൾ എന്താണ്? ദൈവത്തിന് എത്രമാത്രം വിഷമാവും അല്ലേ? നമ്മൾ എപ്പോഴാണ് ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്നത്? മക്കളത് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ എപ്പോഴാണ് ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്നത്? നമ്മൾ ദൈവത്തെ കഴിഞ്ഞും ഉപരിയായി മറ്റു വ്യക്തികൾക്കോ മറ്റു വസ്തുക്കൾക്കോ സിനിമാ നടന്മാർക്കോ നടിമാർക്കോ ക്രിക്കറ്റ് കളിക്കാർക്കോ ഫുട്ബോൾ കളിക്കാർക്കോ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സൈക്കിളിനോ അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട പാവയ്ക്കോ അല്ലേ, അങ്ങനെയുള്ള വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ദൈവത്തെ കഴിഞ്ഞും കൂടുതൽ സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്നത്. മക്കൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? മക്കൾ ആരും അങ്ങനെ ചെയ്യരുത്. നമ്മൾ അങ്ങനെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ ദൈവത്തിന് എത്രമാത്രം സങ്കടം ഉണ്ടാവും അല്ലേ? നമുക്ക് എന്തോരം അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന നല്ല മാതാപിതാക്കളെ തരുന്നുണ്ട്, നമുക്ക് നല്ല വീട് തന്നിട്ടുണ്ട്, നമുക്ക് നല്ല ആഹാരം തന്നിട്ടുണ്ട്, നല്ല വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, നല്ല സഹോദരങ്ങളെ തന്നിട്ടുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്തിനാ? നമ്മൾ നല്ല മക്കളായിട്ട് ദൈവസ്നേഹത്തിൽ വിശുദ്ധിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് അല്ലേ? അപ്പം ഈ അനുഗ്രഹങ്ങളെയൊക്കെ മറന്ന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതിരുന്നാലോ, ഏറ്റവും നല്ല സ്ഥാനം ദൈവത്തിന് കൊടുക്കാതിരുന്നാലോ ദൈവത്തിന് സങ്കടമാവും അല്ലേ? ദൈവം നൽകിയേക്കുന്ന ഈ കൽപ്പനകളുടെ ലംഘനമാണ് എന്തെന്ന് പറയുന്നത്? പാപം എന്ന് പറയുന്നത്. ദൈവം നൽകിയ ഈ കൽപ്പനകളുടെ ലംഘനമാണ് പാപം. നമ്മുടെ പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവാണ് എന്താണ് പാപം? പാപം എന്നാൽ എന്ത്
എന്താണ്? ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ഈശോയുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? ഈശോയുടെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? ഈശോയുടെ മാതാപിതാക്കന്മാരെയൊക്കെ അനുസരിക്കുമല്ലേ? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജനത്തിൻ്റെയും പ്രീതിയിലുമാണ് ദൈവം വളർന്നു വന്നത്. ദൈവം തൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെല്ലാം പാലിച്ചു നല്ല കുട്ടിയായിട്ട് നല്ല വിശുദ്ധമായ ജീവിതത്തിലാണ് ഈശോ വളർന്നു വന്നത്. നമ്മളും എന്ത് ചെയ്യണം? ഈശോയെ പോലെ ജീവിക്കണം അല്ലേ? നല്ല കുട്ടികളായിട്ട് നമ്മുടെ രക്ഷിതാക്കളൊക്കെ പറയുന്നത് കേട്ട് അനുസരിച്ച് ദൈവകൽപ്പനകളൊക്കെ പാലിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് വേണം നമ്മളും വളർന്നു വരാനായിട്ട്. ഇങ്ങനെ വിശുദ്ധിയിൽ വളർന്നു വരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരാളുണ്ട്. അതാരാന്ന് മക്കൾക്കറിയാവോ? ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരായിരിക്കും? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയോട് മക്കൾ പ്രാർത്ഥിക്കാറുണ്ടോ? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മളെ ഇങ്ങനെ കാത്ത് പരിപാലിച്ചു കൊണ്ട് നടക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചത് എന്താന്ന് മക്കൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയത്തില്ലേ അത്? എന്താ അവിടെ സംഭവിച്ചേ? വിവാഹത്തിന് വിളിച്ചിട്ട് വീഞ്ഞ് തീർന്നുപോയി. വരുന്ന വിശിഷ്ട വ്യക്തികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് വീഞ്ഞില്ല കുടിക്കാനായിട്ട്. അപ്പം എന്ത് ചെയ്തു? വീട്ടുകാർക്കൊക്കെ ഭയങ്കര സങ്കടമായില്ലേ? അവിടെ ആരാണ് മാധ്യസ്ഥം വഹിച്ചത്? ആരാണ്? പരിശുദ്ധ മറിയം. അമ്മ ചെന്ന് ഈശോയോട് പറഞ്ഞു, ഈശോയെ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി, നീ ഒന്ന് സഹായിക്കണം അവരെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരാവശ്യം വന്നു കഴിയുമ്പോൾ ആര് നമുക്ക് മാധ്യസ്ഥം വഹിക്കും? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഈശോയോട് പറയും, കുഞ്ഞിനെ നോക്കണേ അല്ലേ, അവനെ കാത്തോണേ, അവളെ കാത്തോണേ അല്ലേ എന്ന് മാതാവ് ഈശോയോട് മാധ്യസ്ഥം വഹിക്കും. അപ്പം നമ്മളെപ്പോഴും മാതാവിനോട് കൂട്ടുചേർന്ന് മാതാവിൻ്റെ തിരുക്കാപ്പയിൽ സുരക്ഷിതമായിട്ട് നമുക്ക് മുമ്പോട്ട് ജീവിച്ച് ഈശോയോടൊപ്പം ഈശോയെ പോലെ വിശുദ്ധമായ ജീവിതം നയിച്ച് എവിടെ എത്താം? സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. ഒരു കൊച്ചു വീഡിയോ കണ്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. നല്ല വീഡിയോയാണ്, എല്ലാവരും കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും വീഡിയോ? നല്ല വീഡിയോ ആയിരുന്നല്ലേ? ഓക്കെ, ഇന്നത്തെ പാഠത്തിൽ നമുക്ക് 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് എഴുതാനുള്ളത്. 1-ാമത്തെയും 3-ാമത്തെയും ചോദ്യം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കിടപ്പുണ്ട്. ഈ 2 ചോദ്യങ്ങൾ ബുക്കിലോട്ട് എഴുതിയിട്ട് അവയുടെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് മക്കളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും അയച്ചു കൊടുക്കുമോ? മിടുക്കരാണ് കേട്ടോ. എല്ലാവരും അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മക്കളെല്ലാവരും എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സ്നേഹരാജനായ ഈശോയെ, ഇന്ന് ഈ ദിവസം അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ.